ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ടോപ്പ് സിംഗറിന്റെ പുതിയ എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കൂടുതൽ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. കാരണം ഇപ്പൊ നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളാണ്. അതുകൊണ്ട് തന്നെ മത്സരം കൂടുതൽ ടൈറ്റ് ആണ്, നമുക്കറിയാം. അത് മാത്രമല്ല, റൗണ്ട്സും നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൗണ്ട്സ് ആണ്. എല്ലാവരും നോക്കിയിരിക്കുന്ന കുറെ റൗണ്ട് നമുക്കുണ്ട്. നമ്മുടെ ജഡ്ജസ് ചോയ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ ഡിബേറ്റ് റൗണ്ട് ഉണ്ട്, മെലഡി പെർഫോമൻസ് ഉണ്ട്. എല്ലാം പ്രേക്ഷകരുടെയും എൻ്റെയും നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള റൗണ്ട്സ് ആണ്. ഇന്നും നമ്മൾ അത്തരം റൗണ്ടുകളും നല്ല പെർഫോമൻസുകളും കാണാൻ പോവാണ്. തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യണം നമുക്ക്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. ചങ്സ് ചോയ്സിന്റെ സമയട്ടാ വന്നിരിക്കുന്നത്. എസ്തർ കുട്ടിയാ വരുന്നത്. ലെറ്റ്സ് വെൽക്കം എസ്തർ ഓൺ സ്റ്റേജ്. ഹലോ. നമുക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കണ്ടേ? നോക്കണം. ഞാൻ അങ്ങോട്ട് വന്നാലോ? ആ ഭായോ. പ്രവീൺ റോസ് എസ്തർ അതല്ലേ പേര്? അല്ല, തിരിച്ചിട്ട് തിരിച്ചിട്ട് പേര് റോസ് പ്രവീൺ എസ്തർ അല്ല, അതുമല്ലേ? എസ്റ്റർ ഫ്രണ്ടില് എസ്തർ ഫ്രണ്ടില് പറഞ്ഞോ. എസ്റ്റർ റോസ് പ്രവീൺ. ആ അതന്നെ, ആ പേര് തന്നെ. ആ പേരുള്ള കുട്ടി ആരാണ്? എസ്റ്റർ ഇതാണല്ലേ ആ കുട്ടി? ആ ആണ്. ഓക്കെ. എസ്തറിനെ സംബന്ധിച്ചിടത്തോളം എസ്തറിന്റെ വോയിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് കട്ട് ത്രൂ ആയിട്ട് അവിടെ വരും. ആർക്കും തടുക്കാനാവില്ല. തടുക്കാനാവാത്ത ഒരു സംഭവം. നമ്മളെങ്ങനെ മുറിച്ചിട്ട് പോകും. ഒരു ബോംബൊക്കെ വീണ പോലെ ഉണ്ട്. കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് എഡ്ജ്. അപ്പൊ അങ്ങനെ പണ്ട് നമ്മള് സുശീലാമ്മയുടെ വോയിസ് ഒക്കെ കേൾക്കൂലേ, അതിലുള്ള എന്തോ ഒരു ക്യാരക്ടറിസ്റ്റിക് ഒരു സംഭവം എസ്തർ കുട്ടിയുടെ ശബ്ദത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് പ്രോഗ്രസ് കാർഡ് നോക്കണ്ടേ? Yes. 35 സോങ്സ്, 700. എന്റെ അമ്മോ, ഇതെങ്ങനെ പാടിയപ്പോ കിട്ടി. പാടിയപ്പോ കിട്ടി. സിമ്പിൾ അതൊക്കെ natural, അത് പാടിയപ്പോ simple ആണ്. കിട്ടി. ആ, ഓരോ 5 പാട്ടിലും ഞാനൊരു 100 അടിക്കും. ഒരു 100. ഞാൻ അങ്ങനെ ആയിപ്പോയി, അതെ. ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന്, അല്ലേ? ആ, പിന്നെ 3 സ്റ്റാർ ആണെന്ന്. 1 സ്റ്റാർ ഇല്ല, 2 സ്റ്റാർ ഇല്ല, 4 സ്റ്റാർ ഇല്ല, 5 5 സ്റ്റാർ star ഇല്ല. ഇല്ല. ഇനിയിപ്പോ അതാണൊന്ന് ഫിൽ ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ 100സും കൂടട്ടെ, അതിന്റെ ഫ്രീക്വൻസി കൂടട്ടെ, അതുപോലെ Stars. സ്റ്റാർസ് പോരട്ടെ. അതെ. ആ വേക്കന്റ് ആയിരിക്കുന്ന സ്പോട്ട്സ് അത്ര രസമില്ലേ? അല്ലേ? നമുക്കൊന്ന് ഫിൽ ചെയ്യണ്ടേ? ഫില്ലിയണം. നിറയെ ഫിൽ ചെയ്യണം. ഓക്കെ. അപ്പൊ എന്തിനെ പിടിക്കണം? സ്റ്റാർസിന്. നക്ഷത്രങ്ങളെ പിടിക്കണം. ഓക്കെ. Okay. പിടിക്കുമ്പോ നക്ഷത്രങ്ങളുടെ 5 star നോക്കി. രാജകുമാരിയാവണം. അതെ, പിടിക്കുമ്പോ 5 സ്റ്റാറിനെ നോക്കി പിടിക്കണം. ആ, എന്റെ മോളെ കണ്ടില്ലേ? 5 സ്റ്റാർ സ്റ്റാർ ആണ്, വലിയ സ്റ്റാർ. തിളക്കം കണ്ടില്ലേടാ? അതാ. അപ്പൊ നമുക്ക് പാട്ട് ഏതാണെന്ന് നോക്കണ്ടേ? അതെ. മധുസാറ് എന്തുകൊണ്ട് എന്താന്ന് വെച്ചാ കൊറേ ദിവസമായില്ല മധുസാർ വന്നിട്ട്. അപ്പൊ മിസ് മിസ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്? പിന്നെ നമ്മളെല്ലാരും എല്ലാ ദിവസം കാണുന്നില്ലേ, പക്ഷെ മധുസാർ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട്. മധുസാറെ മിസ് ചെയ്യുന്നുണ്ട്. യെസ്. നീ അറിഞ്ഞോ ഞാൻ പെട്ടു. എസ്തർ പെട്ട്. മധുസാർ പണി തന്നു കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എസ്തർ കുട്ടി ഭയങ്കര സത്യമേ പറയാവൂ, കാര്യം ഒരു കള്ളത്തരമാണെങ്കിലും സത്യമേ പറയാവൂ. അതായത് എസ്തർ കുട്ടി അച്ഛയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ റീസെന്റ് ആയിട്ട് പറഞ്ഞ ഒരു കള്ളം നമ്മളോട് ഷെയർ ചെയ്യണം. റീസെന്റ് ആയിട്ട് പറഞ്ഞത് വേണമെന്നില്ല, ഏറ്റവും വലിയൊരു കള്ളം. ഏറ്റവും വലിയ കള്ളം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സീക്രറ്റ്സും കള്ളങ്ങളൊന്നും ഒളിപ്പിച്ചേക്കാറില്ല. എന്താ വെച്ചാൽ എനിക്ക് കള്ളം പറയാൻ അറിയൂല. പെട്ടെന്ന് പിടിക്കും. പെട്ടെന്ന് വരികയല്ല, പിടിക്കും. മുഖത്ത് അപ്പൊ കാണും. പിന്നെ ആകെ ഒരു കള്ളാണ് പറഞ്ഞിട്ടോളൂ. എന്തായിരുന്നു? എന്ന് വെച്ചാ കഴിഞ്ഞ ബ്രേക്ക് ഞാൻ സ്കൂളിൽ പോയിണ്ടായി. അത് അമ്മയ്ക്ക് അറിയോ എന്താന്ന്? ഇപ്പൊ അറിയോ? അതെനിക്കറിയൂല, അറിയൂലായിരിക്കും. Okay, കേട്ടോ ചേച്ചി? Okay. ആ. കഴിഞ്ഞ ബ്രേക്കിന് സ്കൂളിൽ പോയിണ്ടായി. സ്കൂളിൽ പോയപ്പോ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കുറെ ദിവസം വന്നിട്ട് നമുക്ക് പുറത്തൊക്കെ പോവാന്ന് പറഞ്ഞു. ആണോ? അപ്പൊ ഞങ്ങള് പുറത്തു പോവാന്ന് വിചാരിച്ചു. ഞങ്ങള് സിനിമ ഒക്കെ കണ്ട് പാർക്കിൽ ഒറ്റയ്ക്കോ? പോയി. ഒറ്റയ്ക്കല്ല, എന്ന് വെച്ചാൽ ഒരു പാരന്റും ഉണ്ടായി. ആ. സിനിമ ഒക്കെ കണ്ട് പാർക്കിലൊക്കെ പോയി വരാന്ന് വിചാരിച്ചു. ആ. എന്നിട്ട് ഒരു പാരന്റ് അമ്മേനെ വിളിച്ചിങ്ങനെ പറഞ്ഞു. ആ. ഞങ്ങള് സിനിമ ഒക്കെ കണ്ട് ഇതിനൊക്കെ പോയി. പിന്നെ പാട്ട് പാടുന്നതാണല്ലോ, അപ്പൊ അങ്ങനെ വലിയ ഭീകര കാര്യം ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ
ഞാനും എൻ്റെ ഫ്രണ്ട്സും എന്ത് ചെയ്തുന്ന് വെച്ചാ പറഞ്ഞോടാ, കമോൺ, പറ്റും. കമോൺ. പാർക്കിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങള് സ്നോ സ്റ്റോമിലും ഐസ്ക്രീമും കഴിക്കാൻ പോയി. ഓ ആണോ? ഓക്കെ, അത് കഴിഞ്ഞ് വന്നിട്ടുള്ള മാർക്ക് എത്ര ഉണ്ടായിരുന്നു? അതെനിക്ക് ഓർമ്മയില്ല. അന്നും കുഴപ്പം പറ്റിയോ എന്നിട്ട്? അതെനിക്ക് ഓർമ്മയില്ല. ജലദോഷം, പനി അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഒന്നും വന്നില്ല. ഓക്കെ, യെസ്. ഇപ്പോഴാണോ ചേച്ചി ഇത് അറിയുന്നത്? അത് ഇത് അറിയായിരുന്നോ? അല്ല, ഇവര് മറ്റു കുട്ടികളൊക്കെ സ്റ്റാറ്റസ് ഇടുവല്ലോ, ഇവളല്ലേ ഇടാത്ത. ആ, ഓ. അറിഞ്ഞായിരുന്നു. എല്ലാത്തിലും ഇവളിങ്ങനെയൊക്കെ. കോട്ടയം വിചാരിച്ചല്ലേ? പക്ഷെ പിന്നെ ഞാൻ ചോദിച്ചൊന്നുമില്ല. പക്ഷെ അറിയായിരുന്നു. ഓക്കെ, യെസ്. That's nice. ഓക്കെ, ശരിക്കും നമുക്ക് നോക്കാം. ആര്യ ചേച്ചി. ആര്യ ചേച്ചി. യെസ്. ഓ, ആര്യ ചേച്ചിക്കാണ് കേട്ടോ ഫാൻ ബേസ് കൂടുതല്. എന്ത് ചെയ്യാനാ അതെ. മീനുടാ? എന്തുകൊണ്ട് ആര്യ ചേച്ചി സെലക്ട് ചെയ്യാൻ കാരണം? ആര്യ ചേച്ചിയുടെ പെർഫോമൻസ് സ്റ്റേജിൽ ഇൻസ്റ്റ ഒക്കെ നോക്കുമ്പോ ലൈവ് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ് എനിക്ക് പിന്നെ ആളുടെ ഉണ്ടകണ്ണ്? പെർഫോമൻസ്. അല്ലേ? അത് main. main reason അല്ലേ? എനിക്ക് അതാണ് ഒരു സംശയം. 4 ഫോട്ടോയിൽ നോക്കുമ്പോ എന്റെ കണ്ണിങ്ങനെ നിൽക്കുന്നു. അപ്പം പെട്ടെന്ന് അതങ്ങ് select അതല്ല ചെയ്യാൻ അതല്ല, സ്നേഹം കൊണ്ടാ. ഇപ്പൊ പുറത്തേക്ക് വരുന്നു. അതെ, നമുക്ക് നോക്കാം ആര്യ ചേച്ചി എന്താ തരുന്നെന്ന്. അടിപൊളി ഹിറ്റ്സ്. അത് ഓക്കെയാണോ? പഠിച്ചിട്ടുണ്ടോ? ആ. നമുക്ക് പൊളിച്ചെടുക്കണ്ടേ? യെസ്. ഏതാണ് പാട്ട്? തെമ്മാടിക്കാറ്റ്. തെമ്മ തെമ്മ തെമ്മാടിക്കാറ്റ്. ജാസി gift അല്ലേ? ജാസി ഗിഫ്റ്റ് ആ. ജോത്സ്ന ചേച്ചിന്റെയും. യാ, എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. യാ, കലക്കണേ. ഓക്കെ, അതെ. കേൾക്കാം. ഡെസക്കുട്ടി പെർഫോം ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പ്രേക്ഷകരെല്ലാവരും താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ എസ്തർ കുട്ടിക്ക് വോട്ട് ചെയ്യണേ.
മിന്നി മിനിങ്ങി നിൽക്കുകയാണല്ലോ. സൂപ്പർ ആക്കി കേട്ടോ. താങ്ക് യു. ചുമ്മാതെ കാറ്റേ. ഓ, അത് കൊള്ളായിരുന്നു കേട്ടാ. താങ്ക് യു. അല്ലേ ക്യാപ്റ്റൻ? യെസ് മിടുക്കി. താങ്ക് യു. എനിക്ക് തോന്നുന്നു ആ തമിഴ് പെർഫോമൻസ് ഉണ്ടായിരുന്നല്ലോ, തമിഴ് റൗണ്ട്. അതിനുശേഷം ഇതുപോലെ ഗാംഭീര്യമായ ശബ്ദം കേൾക്കുന്നത് ഇപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ബ്യൂട്ടിഫുൾ കേട്ടോ. നല്ല എനർജി ഉണ്ടായിരുന്നു. താങ്ക് യു. എനിക്ക് ആ സ്റ്റെപ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. ഇറ്റ് വാസ് സോ ഗുഡ്. നമ്മള് പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് എസ്തറിന് പെട്ടെന്നൊരു എക്സ്പ്ലോഷൻ ആണ്, ഒരു എനർജി, വൈബ് ഉണ്ടായിരുന്നു. വൈബ്, ഭയങ്കര ഒരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. ഡാൻസ് സ്റ്റേജ് തൂക്കി. പക്ഷെ ഒരുപാട് സ്ഥലത്ത് ഞാനിത് ഈ പാട്ട് പലപ്പോഴും ജ്യോത്സ്നേച്ചി ലൈവ് പാടുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത്. അപ്പൊ ജ്യോത്സ്നേച്ചിയുടെ ആ ശബ്ദം അറിയാലോ, ഭയങ്കര ഹെവിയാണ് ആ ശബ്ദം. അതേസമയം മെലഡി ഈസിലി ക്യാരി ചെയ്യാനും പറ്റും. നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ്. ഇതുപോലത്തെ പാട്ടൊക്കെ പാടുമ്പോൾ ചേച്ചിയുടെ ശബ്ദം ഇങ്ങനെ ഇങ്ങനെ അടിച്ചു നിൽക്കും. എസ്തറിനും ആ ഒരു വോയിസിന് ആ ഒരു എന്താ ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു കട്ട് ത്രൂ വോയിസ് ഉണ്ട് എസ്തറിന്. താങ്ക് യു. എനിക്ക് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ക്ലാരിറ്റി കുറച്ച് കുറവുള്ളത് പോലെ ഫീൽ ചെയ്തു. ഇപ്പം അലയിലൂഞ്ഞാലാടിക്കൊണ്ട് ഓളം തുള്ളി നടക്കാതെ, അത്രയുമില്ലേ അത്. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഇടമലയാറ്റിലും അവിടെയും ഒരു ക്ലാരിറ്റി പ്രശ്നം തോന്നി. പിന്നെ എപ്പോഴും നോട്ടം ഇങ്ങോട്ടാണല്ലോ, അതെന്താ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്റെ ഡാൻസ് കണ്ടിട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള ഒരു നോട്ടമില്ലേ? ഓൾവേസ് റിമെമ്പർ യു ഹാവ് ടു ലുക്ക് അറ്റ് ദ ഓഡിയൻസ്. യെസ്, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എസ് ബേബി, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. താങ്ക് യു. നമ്മളെ ഈ ഹൈ റേഞ്ചിൽ പോകുമ്പോഴേ പോയിട്ടുണ്ടോ? മൂന്നാർ വേറെ മല കയറി പോയ എവിടെയാ? വയനാട്. അപ്പൊ വയനാട്ടിൽ പോകുമ്പോഴത്തേക്കും മിസ്റ്റ് കണ്ടിട്ടുണ്ടോ? മിസ്റ്റ് അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മിസ്റ്റ് ഒരുപാട് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് റോഡൊന്നും കാണാൻ പറ്റൂല അല്ലേ? ഫോഗ് അതുണ്ടാവില്ല. അപ്പൊ ആ ഫോഗ് അത് ഫോഗ് ലൈറ്റ്സ് ഒക്കെ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ ഈ പാട്ടിൽ കുറെ സ്ഥലത്ത് മിസ്റ്റ് ഇല്ലാത്ത സ്ഥലമുണ്ട്. ചില സ്ഥലത്ത് ഭയങ്കര ഫോഗ് വന്നിട്ട് ഫോഗ് ലൈറ്റ് അടിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല എന്താണ് പരിപാടി എന്നുള്ളത് കേട്ടോ. അപ്പൊ ഫോഗ് ലൈറ്റ് അടിക്കേണ്ടി വന്ന 1-2 സ്ഥലം പറയാം. അതായത് വായാടിക്കാറ്റ് ഒരു സംഗതി ഉണ്ടല്ലോ, ജാസി അതിനകത്ത് ഒരു സംഗതി കയറ്റി വെച്ചിട്ടുണ്ട്. അത് പറയുമ്പോ തന്നെ എന്തോ ഒരു അത്ര ഇഷ്ടല്ലേ? അത് ഇഷ്ടല്ലേ? ഇഷ്ടൊക്കെയാണ്. പക്ഷെ അങ്ങോട്ട് അല്ലേ ഹൈ റേഞ്ച് പോകുമ്പോഴത്തേക്കും അതാണ് ഹൈ റേഞ്ചിന്റെ കുഴപ്പമാണ് കേട്ടോ. എസ്തർ കുട്ടിയുടെ കുഴപ്പമില്ല. ആരെങ്കിലും പറഞ്ഞോ ജാസി എടുത്ത് ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നത്? എന്തിനാ ജാസി ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നത്? ആ നോക്കട്ടെ. അവിടെ എത്തുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇളമുളം തണ്ടിലെ ഇപ്പോഴും ശ്രുതി ചേരുന്നില്ലല്ലോ. അവിടെ ശ്രുതി ചേരാതിരിക്കാനായിട്ടുള്ള ഒരു. പിന്നെ നീ പങ്കിടുവാനായി എന്നെയും, അവിടെ ഫോഗ് ഉണ്ടായിരുന്നോ? ഞാൻ കൊടുത്തു. കൊടുത്തായിരുന്നോ? ഫോഗ് എന്ന് വെച്ചാൽ മറ്റേ മഞ്ഞ് മൂടി കിടക്കുവാന്ന്. കൊടുത്തിട്ടാണ് കണ്ടത്. ഞാൻ കൊടുത്തായിരുന്നു. അവിടെ ഫോഗ് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. നന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചുമ്മാതെ കാറ്റെ, അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇടയ്ക്ക് ആ ഹൃദയത്തിന്ന് ഒന്ന് ജസ്റ്റ് വലിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ നീ മലമേലെ ഇതില്
തക്കിട്ട 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 ഡിണ്ട് കിട്ടക്കിട്ട കിട്ടക്കിട്ട ഡിണ്ട് കിട്ടക്കിട്ട. എന്താണ്, എങ്ങനെയാണ് ഡിണ്ടക്കിട്ടക്കിട്ട? അതാണ് അതിന്റെ പ്രശ്നം. അതെ, ഇപ്പൊ പറയുന്നില്ലേ, ഡിണ്ട കിട്ട കേട്ട തക്കിട്ട ഡിണ്ട കിട്ട കേട്ട തക്കിട്ട. അങ്ങനെയല്ല, ഡിണ്ട കിട്ട 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 ഡിണ്ട കിട്ട കിട്ട ഡിണ്ട. അതിന്റെ പ്രഷർ ഉണ്ട്. ആ, വീട്ടിൽ പോയിട്ട് 101 പ്രാവശ്യം ഇംപൊസിഷൻ. ഒന്ന് നോക്കിക്കോണേ, 101 പ്രാവശ്യം ഡിണ്ട കിട്ട കിട്ട. അപ്പൊ അത് മലമേലെ, നീ മലമേലെ ഒന്ന് പഠിക്കേ ഈ ഋതത്തിൽ. ആ ഋതം ഒന്ന് ഇട്ട് കൊടുക്കൂ. നീ മലമേലെ മഴമേഘ തുടി കൊട്ടാതെ കളമുളയെ ചുംബിക്കാതെ. ഇപ്പോഴും ചെറിയൊരു റിട്ടാർഡേഷൻ ഉണ്ട് ആ താളത്തിൽ നിന്ന്, ആ ട്രാക്കിൽ നിന്ന് കുറച്ച് മാറിപ്പോകുന്നത്. അപ്പൊ അത് പാട്ടിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ ഋതം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണല്ലേ, ലജ്ജാവതിയ. അത് ഇതല്ലേ, ഇതേ ഋതല്ലേ, ആ ഡിണ്ടക്കിട്ടക്കിട്ട. അത് ജാസിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഋതമാണ് കേട്ടോ. ജാസി എന്റെ പ്രിയപ്പെട്ട 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 ഒത്തിരി പ്രിയപ്പെട്ട എൻ്റെ അനിയനാണ്. നല്ലൊരു മ്യൂസീഷ്യനാണ്. ജാസിയിലെ പാട്ടുകാരനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതാണ് ഗോകുല പാല പാലക ഗോപികമാരുടെ കാമുക ഉണ്ണിക്കണ്ണാവാ എന്നുണ്ണിക്കണ്ണാവാ. അങ്ങനെ പല പാട്ടുകളും ജാസി എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജാസിയുടെ ഒരു പാട്ടെടുത്തതിന് പ്രത്യേകം അങ്ങോട്ട് വരുന്ന വിഷ്വലി ഭയങ്കര ഇമ്പാക്ട് ആയിരുന്നു. നല്ല ഇമ്പാക്ട്, നല്ല ഒരു എന്താ പറയാ, പാട്ടിനനുസരിച്ച് അവളുടെ ഒരു ഷോമാൻഷിപ്പ് വാസ് റിയലി റിയലി ഗുഡ്. പക്ഷേ ഡീറ്റെയിൽസിലേക്ക് ഇപ്പൊ കുറച്ചുകൂടി സുഖമായിട്ട് പാടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായി പാടാമായിരുന്നു എന്ന് തോന്നി. വോയിസ് വാസ് സൗണ്ടിങ് ഗുഡ്. വോയിസിന് നല്ലൊരു ത്രോ ഉണ്ടായിരുന്നു. ഗുഡ് ലക്ക്. ഇന്ന് എസ്തർ റോസ് പ്രവീണിന് നമുക്ക് കൊടുക്കുന്ന മാർക്ക് 97.5 out of 100. Thank you, sir. Okay, Esther Kutta, all the best. Bye-bye. Bye. Bye. All the best, Esther baby. Thank you. Take rest. Good night. Good night. ഇനി നമ്മളെല്ലാരും കുറച്ച് ആക്റ്റീവ് ആവേണ്ട സമയമായിരിക്കാണ്. ഇപ്പൊ നമ്മുടെ പ്രീ ക്വാർട്ടർ അല്ലേ നടക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാവുമല്ലോ. പാടുന്ന ആൾക്കാരെ കഴിഞ്ഞും ടെൻഷൻ ആയിരിക്കും ആ 3 പേർക്കും, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ടെൻഷൻ എന്താന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോവാണ്. കാരണം ഇവിടെ ഇപ്പൊ പെർഫോം ചെയ്യാനെത്തുന്നത് ഒരു ലിറ്റിൽ ഏഞ്ചൽ ആണ്. അതെ, ലെറ്റ്സ് വെൽക്കം ടെസക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ടെസക്കുട്ടി. ഹായ്. നല്ല രസമുണ്ടല്ലോ. ഇന്നൊരു ബൊമ്മക്കുട്ടിയാണല്ലോ. ഒരു വീഡിയോ ഉണ്ടോ, അതേപോലെ അത് സെയിം അതുപോലെ. ഇത് റെഡ് ആയിരുന്നെങ്കിൽ അതുപോലെ തന്നെ ഗ്ലോറി ടു ഗോഡ്. എംജംഗിളെ ഇല്ലേ, എംജംഗിളിന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ. എംജംഗിളെ നേരത്തെ ഒരു പ്രമോ വന്നില്ലായിരുന്നു, എംജംഗിളിന് വിറ്റേരയില് കുത്തിമറിഞ്ഞ് ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുന്നത്. അപ്പം അത് ഞാൻ കണ്ടിട്ടേ ഞാൻ ഉറങ്ങുമായിരുന്നേ. എന്നിട്ട് ഒരു സ്വപ്നം കണ്ടേ. സ്വപ്നം കണ്ടു എംജംഗിള് പാട്ട് പാടുമ്പോ കുത്തിമറിഞ്ഞു വരെ മൈക്കിൾ ജാക്സന്റെ മൂൺ വോക്ക് വരെ ചെയ്തിട്ട് അവന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് നിർത്തിയിട്ട് താങ്ക് യു പറഞ്ഞിട്ട് പോകുന്നത്. എനിക്ക് ആ ഔ കേക്കണമായിരുന്നു. തലക്ക് കുത്തി കിട്ടിയല്ല ഇത്. യെസ്, അത് തന്നെ. എന്നെ കൊണ്ടാവില്ല. അതൊരു സ്വപ്നമായിരുന്നു, ഞാൻ തിരിച്ചറിയാതെ. ആരി ചേച്ചി ആയിരിക്കും ചിലപ്പം മൈക്കിൾ ജാക്സന്റെ ഡബ് ചെയ്ത്. അതുപോലെ ഉണ്ടോ? ഞാനാണ് ഡബ്ബർ. ഈ ഉണ്ണിയങ്കൾ ഡാൻസ് ചെയ്യുന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യം അല്ല, റിയൽ ആയിട്ട് ഈ ഉണ്ണിയങ്കൾ ഡാൻസ് കളിക്കും. കളിക്കത്തില്ലേ? സൂപ്പർ ഡാൻസറാ. എനിക്കറിയാം. അതുവല്ലോ കാണാറുണ്ടോ സ്വപ്നം? അത് കാണാറില്ല. ഒരു ദിവസം ഒരാളുടെ പറ്റും, അടുത്ത ദിവസം എല്ലാം ട്രൈ ചെയ്യാതെ. ഞാൻ എപ്പോഴും ഫ്ലവേഴ്സ് വരുന്നതിന് മുമ്പ് എപ്പോഴും ഫ്ലവേഴ്സ് വരുന്നതിന് മുമ്പേ എംജംഗിളിനൊക്കെ അടുത്ത
അടുത്ത ഒരാളെ കണ്ടിട്ടാണ് ഞാൻ എപ്പോഴും ഫ്ലവേഴ്സ് വരുന്നത്. അടുത്തൊരാളോ? അതാരാ അത്? ആബേലച്ചനില്ലേ, ആബേലച്ചൻ ഞങ്ങളുടെ വള്ളിയിലെ അടക്കിയേക്കുന്ന. ഓ എപ്പോഴും അവരെ കണ്ടിട്ടേ ഞാൻ പോരുള്ളൂ. ആബേലച്ചനെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലോറി ടു ഗോഡ് എന്ന്. ആ ശരി. എനിക്ക് നേരത്തെ അറിയാമായിരുന്നത് പറയുന്നു. രസകുടി എന്താ? രസകുടി എനിക്കൊരു പ്രസന്റ് തന്നില്ലേ, ആ ഒരു ചെറിയ ബുക്ക് കേട്ടോ, ഭയങ്കര രസമുണ്ട്. ഇത്രേ ഉള്ളൂ, ഞാനത് എടുത്തോണ്ട് വരാൻ മറന്നുപോയി കേട്ടോ. അത് എന്തൊരു രസം, ഓമനയാണെന്ന് അറിയാമോ? അങ്ങനെ ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോ ഭയങ്കര ഞാൻ സന്തോഷമാണ്. എംജങ്ങളുടെ താടി പിടിക്കുന്നവരെ ഉണ്ട്. അത് താടി പിടിക്കുന്നവരുണ്ട്. താടിയുള്ള അപ്പനെ പേടിയില്ലേ? ആരും പേടിയില്ല. നമ്മുടെ ഇഷ്യൂ അല്ല അത്. രസബേബിക്ക് ആരും പേടിയില്ല. ഇല്ല, അതുകൊണ്ട് എംജെ ഞങ്ങളുടെ പേടിയില്ലാത്തത്. പേടി എന്ന് പറഞ്ഞാൽ എന്താ? അതെ, അതാ ഡിക്ഷണറി പോലും ഇല്ല. അതുപോലും എനിക്കറിയില്ല. അറിയത്തില്ല. രസബേബി എന്തോ? ശരിക്കും പാട്ട് ഏതാണ്? കുഞ്ഞാടിൻ വേഷത്തിൽ ചെന്നായേതോ. ആ പാട്ടാ പാടാൻ പോകുന്നു. കുഞ്ഞാടിൻ വേഷത്തിൽ ചെന്നായി വന്നു. ഇപ്പൊ കേക്കാം ചെന്നായേതോ. ഇതില് ഏതോ പിന്നെ ബാക്കി കുന്നിന്മേൽ പണ്ടു കഴിഞ്ഞുവല്ലോ, എന്നിട്ട് ഓ എല്ലാ മൃഗങ്ങൾക്കും ചെന്നാതിയായി. എന്നിട്ട് ഒന്നല്ല രണ്ടല്ല പല പല ദിവസം. പല പല ദിവസം. ഇതിലാരാ കുഞ്ഞാട്? ഈ 3 പേരില് ആരും കുഞ്ഞാടല്ല, എല്ലാരും ചെന്നായിക്കള്. അയ്യോ എല്ലാ ഞാനാ കുഞ്ഞാട്. അയ്യോ രസബേബി കുഞ്ഞാട്. ഞാൻ അപ്പൊ പാവല്ലേ? ചെന്നായിക്കളാരാ? ഞാൻ പാവല്ലേ? ആണോ? ഇവരൊക്കെ ചെന്നായിക്കളാണോ? ഒപ്പം ആ ചെന്നായികൾ കറക്റ്റ്. അശ്ശോ. ഞങ്ങൾ അത്ര ദുഷ്ടന്മാരാണോ രസബേബി? അരച്ചിട്ട് പാവ. അപ്പൊ ഞാനും ഞാനിപ്പോ കുറച്ച് പോവാ. മുട്ടനാടായിക്കോ വേണമെങ്കിൽ. കുഞ്ഞാടൊന്നും പറ്റുന്നില്ല. രസകുടി, സത്യത്തിൽ ഞാൻ പോകണ്ട. അപ്പൊ ഞാനും എം ജിയും പോവാ. അയ്യോ രണ്ടുപേരും പോകുന്നു. പാട്ട് രണ്ടുപേരും പോവാ. ആ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതേതാ പറഞ്ഞു? ചേട്ടാ, നമുക്ക് പോവാം. മിസ്സാറും പറഞ്ഞു. ആ, ഇവിടെ ഒരു പാട്ട് കുഞ്ഞാടേ ഉള്ളൂ. കഴിയുന്നവരെ ചെന്നായ്ക്കളെന്തിനാ ഇവിടെ നേരത്തെ ഇരിക്കുന്നത്? പറ്റിച്ചതാ. അയ്യോ പോവല്ലേ ടെസ് ബേബി പറ. ഇതെങ്ങോട്ട് തിരിഞ്ഞാ ഈ പൂന്നെ? അല്ല അത് ശരിക്കും പോവാ. ദേ പോണു. അയ്യോ ദേ കെട്ടിപ്പിടിച്ചോണ്ട് പോണു രണ്ടുപേരും. അനിയ ചേട്ടാ തിരിച്ചു വരൂ. അയ്യോ ഈ പാട്ട് അയ്യോ കഴിയുന്നവരെ അച്ഛാ പോവല്ലേ. അച്ഛാ, അച്ഛാ. തിരിച്ചു വാ, തിരിച്ചു വാ, അയ്യോ തിരിച്ചു വാ. പോവല്ലേ. ഉണ്ണിയങ്കൾ എംജെ ദേ അങ്കിൾ പോയി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശരിക്കും പോയി. പാടാം. എംജങ്ങളും ഉണ്ണിയങ്ങളും ഇല്ലാതെയോ? ആ അവര് അങ്ങനെയൊക്കെ ചെന്നായി പറയാൻ എന്ന് പറ്റുമോ? വിളിച്ചോണ്ടാ. ചെന്നൈയാന്നൊക്കെ വിഷമമായിട്ടുണ്ടാവും രണ്ടുപേർക്കും. ഞാനിപ്പോ അവിടെ കേറിയപ്പോ എന്താ അവര് ചിരിച്ചേ? അവര് ചിരിച്ചിട്ടൊന്നുമില്ല, ഞാൻ കണ്ടില്ല. അവര് പോയി. അവര് ചിരിച്ചു. എന്തായാലും അവര് എടാ, പോയില്ലേ. അവര് ഇറങ്ങിപ്പോയി. മറ്റതാണ് പറ്റിക്കാനാണ് ഇവിടെയൊക്കെ നിന്നേനെ എവിടെയെങ്കിലും. എന്തായാലും ഇങ്ങോട്ട് കേറി വരും. പാട്ട് കഴിഞ്ഞാ ഉടനെ തന്നെ കേറി വരും. പാട്ട് കഴിഞ്ഞിട്ട് വരുമായിരിക്കും. അപ്പൊ പാട്ട് ഇങ്ങനെ പാട്ട് പാടുമ്പോ വേണ്ടേ കേൾക്കണ്ടേ? നമുക്ക്? അവരെ കുഞ്ഞാടാന്നങ്ങ് പറഞ്ഞേക്ക് പാവങ്ങള്. കുറച്ച് ഒച്ചപ്പറ എന്നാലും കേൾക്കാം. അവിടെ നിക്ക്, പുറത്തു പോയില്ലേ? എംജങ്ങളും ഉണ്ണിയങ്ങളും കുഞ്ഞാടാട്ടോ. രണ്ടുപേർക്കും സോറി. വന്നോ വന്നോ കുഞ്ഞാടാന്ന്. ഉണ്ണി സർ, MJ sir വന്നോ? വരുന്നുണ്ട്. പക്ഷെ മുഖം കണ്ടിട്ട് ചെന്നൈകളെ പോലെ ഉണ്ട് അതെ. രണ്ടുപേരും. മുഖത്ത് ആറ്റിറ്റ്യൂഡ്. മുഖത്തൊരു സന്തോഷം. തന്നെ അതാ ദേഷ്യത്തിലാ. മുഖത്തൊരു സന്തോഷമില്ല കേട്ടോ രണ്ടുപേരും. നോക്ക് വീരന്മാരാ. വില്ലാളി തീരും. മിണ്ടൂല ഇനി. കണ്ടോ? മിണ്ടമാട്ടൻ. മിണ്ടമാട്ടെ. വിടമാട്ടെ. ആ MJ സാറിന്റെ മുഖം നോക്ക്. എന്നിട്ട് കുഞ്ഞാടാന്ന് പറയണം അല്ലേ രസ? ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പാട്ട് കേട്ടാലോ കുഞ്ഞാടെ? ഭയങ്കരമായിട്ട് പിണങ്ങി. സോറി പറഞ്ഞോണ്ട് ഞങ്ങള് തിരിച്ചു സോറി പറഞ്ഞുകൊണ്ട് മാത്രം. ഇത്ര അധികം ഞാൻ ആരും പിണങ്ങിയിട്ടില്ല ഇതുവരെ. ഓ, എന്നാലും ടെസ്സക്കുട്ടി ഇങ്ങനെ ചെയ്യുന്ന വിചാരിച്ചില്ല അല്ലേ? പാവം. അല്ലേ ടെസ്സക്കുട്ടി? എന്നാ കേട്ടാലോ പാട്ട് കേൾക്കാം. കുഞ്ഞാടുകളുമായിട്ട്. Yes. ഓൾ ദ ബെസ്റ്റ്. All the best. പാട്ട് പാടി അവരെ ശരിക്കും കുഞ്ഞാടാക്കണം. ഓക്കെ. ഓക്കെ അപ്പൊ കുഞ്ഞാട് അയക്കണേ. ഓക്കെ. ഓക്കെ. കുഞ്ഞാടിൻ വേഷത്തിൽ ചെന്നായേതോ, കുന്നിന്മേൽ പണ്ടു കാരിഞ്ഞുവല്ലോ, എല്ലാ മൃഗങ്ങൾക്കും ചങ്ങാതിയായി. ഒന്നല്ല രണ്ടല്ല പല പല ദിവസം. കുഞ്ഞാടിൻ വേഷത്തിൽ ചെന്നായേതോ, കുന്നിന്മേൽ പണ്ടു കഴിഞ്ഞുവല്ലോ,
Yes! സൂപ്പർ സൂപ്പർ. താങ്ക് യു ആരി ചേച്ചി. ഇടയ, എവിടേക്കാണ് പോകേണ്ടത്? എന്റെ ശബ്ദം കേൾക്കൂ, അത് മതി. ഞാൻ ചെറുതാണ്. അതുകൊണ്ടാണ് നീ എന്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തത്. എനിക്ക് ശക്തിയില്ല. ടെസക്കുട്ടിയിൽ നിന്ന് ശക്തി എടുത്തോളൂ. ടെസക്കുട്ടി, എന്തോ എനിക്ക് ശക്തി തരുമോ? ഓക്കെ. കുഞ്ഞാടിനോട് ഓക്കെ എന്ന് പറയുന്ന ആദ്യത്തെ അത് ഇങ്ങനെ കൊടുക്ക് കുഞ്ഞാടായിരുന്നോ? അത് ശക്തി. നമുക്ക് മനസ്സിലാവട്ടെ. ഞാനായിരുന്നു ഓ, കുഞ്ഞാട്. ആണോ? കുഞ്ഞാടിനോട് ഓക്കെ. നിങ്ങൾ ആരെങ്കിലും കുഞ്ഞാടായോ ഈ പാട്ട് കേട്ടിട്ട്? അതെ. മൊത്തം മൂന്നുപേരും കുഞ്ഞാടായി. മൂന്ന് ടെസക്കുട്ടിയാ കുഞ്ഞാടുകൾ. ചങ്ങാതിയായി അടിപൊളി കേട്ടോ. ചങ്ങാതിയായി. അടിപൊളി. സൂപ്പർ. അവിടെ എത്തി. കറക്റ്റ് താങ്ക് ആയിരുന്നു. യു. പിന്നെ ഉണ്ടായിരുന്നല്ലോ അനുപല്ലവിയില് ചെന്നായിൻ കള്ളം വിളഞ്ഞുവല്ലോ. ചെന്നായൻ കള്ളം വിളഞ്ഞുവല്ലോ. ഓ, അടുത്ത വരി. നന്നായവൻ ജീവൻ കൊയ്തുവല്ലോ. ആഹാ, സൂപ്പർ. ചെഞ്ചോരയെങ്ങും ചിന്തുന്നതാരും കാണാതെ മെല്ലെയ കാലം പോകെ. ആഹാ, സൂപ്പർ. എന്ത് രസമായിരുന്നു അറിയോ കേൾക്കാൻ ടെസക്കുട്ടി. താങ്ക് യു നിങ്ങളെ. ഭയങ്കര ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ത്രൂ ഔട്ട് ദ സോങ് അങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു താങ്ക് യു. അല്ലേ ആര്യക്കുട്ടി? അതെ അതെ, നല്ല Yes. രസമായിരുന്നു. താങ്ക് യു. ബ്യൂട്ടിഫുൾ. ഉണിച്ചേട്ടാ, Yes. പൂവച്ചൽ ഖാദർ സർ, യെസ് ശ്യാം സർ, പി ജയചന്ദ്രൻ ചേട്ടൻ. യെസ്. അപ്പൊ ചേട്ടൻ ഇങ്ങനത്തെ പാട്ടുകൾ അധികം പാടിയിട്ടില്ലല്ലോ. അതെ അതെ. അപ്പൊ ചെന്നായിക്ക് പോലും നന്നാവാൻ പറ്റും എന്നാണ് എനിക്ക് പറയണത്. അതൊരു ഗംഭീര ഒരു കോൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനുഷ്യൻ എന്നുള്ള രീതിയിൽ മനസ്സിൽ എത്ര ദുഷിപ്പുണ്ടെങ്കിലും ആ ദുഷിപ്പ് മാറ്റാൻ പറ്റുന്ന പറയണേ. അതെ. അപ്പൊ ഈ നല്ലത് എന്ന് പറഞ്ഞാൽ നല്ലതിലേക്ക് നമുക്ക് എല്ലാവർക്കും ചെന്നെത്താൻ പറ്റും എന്നാണ് ഈ പാട്ടിലുള്ളത്. നല്ലൊരു കഥയാണ്. നല്ലൊരു കഥയാണ്. അത് നമ്മുടെ കൊച്ചുമക്കള് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ ടെസക്കുട്ടി? നന്മ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ടെസക്കുട്ടിക്ക് ഒരുപാട് നന്മയല്ലേ, താങ്ക് ചക്കര യു. കുട്ടൂസല്ലേ, പിണക്കൊക്കെ ചുമ്മാ അല്ലേ. അതെനിക്കറിയാന്നേ. പക്ഷെ അഭിനയിച്ചത് അത്ര ശരിയായില്ല. സോറി, ചീറ്റിപ്പോയി. ഇനിയിപ്പോ ടെസക്കുട്ടിയുടെ നിന്ന് അഭിനയം കുറെ പഠിക്കേണ്ടി വരും. അതെ. എനിക്ക് ഇടയ്ക്ക് പഠിപ്പിച്ചു തന്നല്ലോ, ഇപ്പൊ എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടോ? ഞാന് ഇടയ്ക്ക് പഠിപ്പിച്ചു തരല്ലേ, ആ പക്ഷേ എംജിയങ്കിൾ എന്താ എനിക്ക് പഠിപ്പിച്ചു തരാത്തെ? അഭിനയം എനിക്ക് അഭിനയം അറിഞ്ഞാലല്ലേ പഠിപ്പിക്കാൻ പറ്റൂ. അഭിനയല്ല, എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാലോ. പാട്ട് പഠിപ്പിക്കാലോ, ഡാൻസ് പഠിപ്പിക്കാലോ. അതത് ബെസ്റ്റ് ആയിരിക്കും. ഇത് പഠിച്ചോ, ഒരൊറ്റ പ്രാവശ്യം പാടും. ഇത് പഠിക്കണം. സസരി സാരി സരി ഗരി ഗരി ഗമ സസരി രിഗ സരി സക സരി ഗ സരി ഗമ. അയ്യോ ഇതെന്നാകുന്തമാ. സസരി സാരി സരി ഗരി ഗരി ഗമ സസരി രിഗ സരി സക സരി ഗ സരി ഗമ. ഇത് പഠിപ്പിക്കൽ എന്നാണോ പറയുന്നേ? പഠിപ്പിച്ചു ഞാൻ, പഠിക്കോ. സസരി സാരി രി 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 ഗ. സസരി കാരി ഗരി. കരിയോ? സസരി സാരി സരി ഗരി ഗരി ഗമ സസരി സാരി ഗരി 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 ഗമ ഗമ. സസരി രിഗ സരി സക സരി ഗ സരി ഗമ. സസരി രി ഗ സരി സ ഗ സരി ഗ സരി ഗ മ. സസരി ഗ സരി സരി ഗ സരി ഗ മ. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. സൂപ്പർ സൂപ്പർ. ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് സബാഷ്. അത് ടെസക്കുട്ടിയുടെ മാത്രം ഒരു കഴിവാണ് കേട്ടോ, ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട്. വെരി ഗുഡ് ട്രൈ. അപ്പൊ എനിക്ക് അഭിനയം കുറച്ചൊന്ന് പഠിപ്പിച്ചത്. അപ്പൊ ഇപ്പൊ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ചെന്നായെ കണ്ട് പേടിക്കുന്ന കുഞ്ഞാട്, കുഞ്ഞാട് അതാണ് എം ജെ ഞങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഇങ്ങനെ വാ തുറന്നിട്ട് ഇങ്ങനെ പേടിക്കുവല്ലേ. ആ. അപ്പൊ വാ തുറന്നിട്ട് കണ്ണു മിഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. കാണിച്ചേ. അപ്പൊ ആദ്യം വാ തുറക്കണം. വാ തുറക്ക്. രസക്കുട്ടിയും ചെയ്ത് കാണിക്ക്. അങ്ങനെയാണോ? ചെയ്ത് കാണിക്കുന്ന ഇങ്ങനെ അത്ര തുറന്നാ മതി. അത്രയും തുറന്ന ഒരുപാട് വാ തുറക്കണ്ട. തുറക്കണ്ട. ഇത് ഇത്ര. ഇത്രയും. അപ്പൊ എങ്ങനെയാണോ? Correct, correct. പഠിച്ചു. ഭാവം വരുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ തന്നെ പഠിച്ചു. അതെ, കുഞ്ഞാട്. നിർത്തി പാടും, എന്നാലേ ഭാവം വരും. കുഞ്ഞാടൊക്കെ ഇനി ചെന്നായി. ചെന്നായി. ഞാൻ പേടിപ്പിക്കുന്നേ. അതെ, അങ്ങനെ പേടിപ്പിച്ചാ മതി. Perfect ചെന്നായി. അത് അഭിനയിക്കേണ്ടി വന്നില്ല. അതെ, കറക്റ്റ്. എംജങ്ങളിലൊക്കെ സിനിമയിൽ ഈസി ആയിട്ട് കയറാം. അതെ, ഈസി ആയിട്ട് കയറാം ഞങ്ങളുടെ ഈ പാട്ട് ചെയ്താൽ മതി, സിനിമയിൽ നിന്ന് കയറണ്ട. കുഞ്ഞാടിന്റെ വേഷം ഉണ്ടെങ്കിൽ പ്ലീസ് നോട്ട്, ഇവിടെ ഒരാളുണ്ട്. ടെസക്കുട്ടിക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാമോ? എന്റെ ക്ലോസ് ഡയറക്ടർ ആരാ? രാകേഷ് സാറ്. രാഘു എത്രയും പെട്ടെന്ന് ഒരു പടം എടുക്കണം, അതിൽ നായകനായിട്ട് എന്നെ വിളിച്ചോ. പക്ഷേ കുഞ്ഞാടും ചെന്നായി ആയിരിക്കണം മെയിൻ ക്യാരക്ടേഴ്സ്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. ആകെ ഒരു ഹീറോയിൻ ടെസ്സാണോ? എനിക്കതൊന്നും പറ്റില്ല. ഹീറോയിൻ ഞാൻ, പിന്നെ ഹീറോ സാറ്. എം ജെ സാർ. എനിക്കതൊന്നും മതി, പറ്റില്ല. അത് മതി, അത് വേണ്ടെന്ന്. അങ്ങനെ മതി.
വേണ്ടേ? എനിക്ക് നല്ലൊരു ഹീറോയിൻ വേണ്ടേ? ആ നല്ലൊരു ഹീറോയിൻ. പക്ഷെ പാട്ടിലെ ഹീറോയിൻ ആണ് അല്ലേ ക്യാപ്റ്റൻ? ആ സൂപ്പറായി പാടി ടെസ ബേബി. താങ്ക് യു ചേച്ചി. കഥ മനസ്സിലായോ എന്താന്ന്? ആ മനസ്സിലായി. എന്താ കഥ? അന്ന് ഭൂമിയില് നല്ലായിരുന്നു, പക്ഷെ ഇപ്പോഴോ മൊത്തം കാലാവസ്ഥ മാറി. കാലാവസ്ഥ മാറി, അതാണ് കഥ അല്ലേ? ഇപ്പം ആടുങ്ങളെ ഒക്കെ കുഞ്ഞാടുകളെ ഒക്കെ ചെന്നായി കടിച്ചു തിന്നാൻ തുടങ്ങി. പതിയെ പതിയെ കള്ളങ്ങര് ആക്കാൻ തുടങ്ങി. അങ്ങനെയാണോ കഥ? ആ. പക്ഷെ അങ്ങനെ അല്ലല്ലോ കഥ. അതെ, അത് പണ്ട് അങ്ങനെ ആയിരുന്നു, എന്നിട്ട് ഇപ്പൊ കടിച്ചു തിന്നാൻ തുടങ്ങി. ചെന്നായി നന്നായി, അതാണ് കഥ. അല്ലോ വഞ്ചിച്ച് വാഴാൻ ആവാതെ പിന്നെ മർത്യന്റെ ഉള്ളിൽ ഒളിച്ചു പോലും എന്ന് പറയുന്നുണ്ട് അവസാനം. ആ ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. മൂശേട്ടെന്ന് വിളിച്ചു. പൂശേട്ടനോ? അവക്ക് അതിന്റെ അർത്ഥം അറിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല പേരാ മൂശേട്ട, കൊള്ളാം. ടെസക്കുട്ടിക്ക് ചേരും കേട്ടോ. എന്തായാലും സൂപ്പറായിട്ട് ടെസ ബേബി പാടി. അതെ, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിട്ട്. താങ്ക് യു. മിടുക്കിയായിട്ട് പാടി. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി എന്ത് വേണം? മധുരമഴ വേണം. അപ്പോ നമ്മുടെ ടെസ ബേബിക്ക് വരട്ടെ ഒരു മധുര മഴയേ. എടുത്തോ വരെയാണ്. 1 2 3 4 5 6 7 8 9 10. ബൈ ബൈ. ബൈ. ഗുഡ് നൈറ്റ്. തൂവൽ കവിളിണയിൽ നിമ്മായാലാവണ്യം. ആര്യ ചേച്ചി, യെസ് മീനുട്ടാ. നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു റൗണ്ടാണ് വരാൻ പോകുന്നത്. ജഡ്ജസ് ചോയ്സ് ആണ്. സാധാരണ ഞാനും നമ്മുടെ പ്രേക്ഷകരൊക്കെയാണ് നോക്കിയിരിക്കുക ഓരോ റൗണ്ട്സിന് വേണ്ടി. പക്ഷേ ജഡ്ജസ് നോക്കിയിരിക്കുന്ന ഒരു റൗണ്ടാണ്, അത് നമ്മുടെ ജഡ്ജസ് ചോയ്സ് ആണ്. അതെ, ജഡ്ജസ് ചോയ്സിൽ പാടാനായിട്ട് കുട്ടുമണി കുട്ടൻ എത്താൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം പാർത്ഥിവ് ഓൺ സ്റ്റേജ്. ഹായ് കുട്ടുമണി. ഹലോ. ഹായ്. ഹായ്. ആഹാ, ഇന്ന് നല്ല സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. താങ്ക് യു. നമസ്കാർ. നമസ്കാർ. സലാം. സലാം. സത് ശ്രീ അകാൽ. സത് ശ്രീ അകാൽ. 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 എന്താണ് പരിപാടി? ജഡ്ജസ് ചോയ്സ്. ഈ റൗണ്ടിലേക്ക് വരാൻ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. നീ പറഞ്ഞു റൗണ്ടിലേക്ക് എനിക്ക് പാടി പാടി കയറണം എന്ന് ഞാൻ പറഞ്ഞു. പാടി പാടി കയറണം. എവിടെ കയറണം? അടുത്ത റൗണ്ടിലേക്ക്. തട്ടുംപുറത്തെ റൗണ്ടില്. തട്ടുംപുറത്തെ റൗണ്ടില്. കുട്ടുമണി എന്തോ പ്രോഗ്രസ് അറിയണ്ടേ? നമുക്ക് ആര്യക്കുട്ടി വിളിച്ചാലോ? കുട്ടുമണി, എന്തോ ഹൗ ആർ യു കുട്ടുമണി? യെസ് ഐ ആം ഫൈൻ. യു ആർ ഫൈൻ? ആർ യു ഫീലിംഗ് എക്സൈറ്റഡ്? അല്ല, എന്റെ സ്കൂൾ നെയിം KMK എന്നാണ്. KMK എന്നായോ? ഓൾറെഡി അങ്ങനെ ആയിരുന്നു. ശരിയാ. അപ്പൊ പറ, എത്ര 100 കിട്ടിയിട്ടുണ്ട് ഇതുവരെ? 2. 200. എത്ര 5 സ്റ്റാർ ഉണ്ട്? 0. എത്ര സ്റ്റാർസ് കിട്ടിയിട്ടുണ്ട്? 0. ഇതുവരെ ഒന്നുമില്ല. നമുക്ക് നോക്കാം. ശരിയാണോ നോക്കാം. ഭയോ ഇതില് ചെറിയൊരു തിരുത്തുണ്ട്. നമ്മുടെ കുട്ടുമണി കഴിഞ്ഞ എപ്പിസോഡിലും പാട്ട് പാടി. അപ്പൊ ഇത് 37ാമത്തെ പാട്ടായിരിക്കും കേട്ടോ ടോട്ടല്. ഇത് 37ാമത്തെ പാട്ടാണ്. അതില് 100s വരുന്നത് 2 സ്റ്റാർസ് നമുക്കിനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. സമയം അതിക്രമിച്ചു അല്ലേ ആര്യ ചേച്ചി? കുട്ടുമണി, നമുക്ക് സ്റ്റാർസ് ഉള്ള പെർഫോമൻസ് വേണം. ഓക്കെ. പിങ്കി പ്രോമിസ്. പിങ്കി പ്രോമിസ്. ഈ പെർഫോമൻസ് കിടക്കണം. ഓക്കെ. ആർ യു റെഡി? യെസ്. ഏത് പെർഫോമൻസ് കിട്ടണമെന്ന് ആഗ്രഹം? പെർഫോമൻസ് കിട്ടിയാ കൊള്ളാവുന്നുണ്ട്. എനിക്കും പെർഫോമൻസ് റൗണ്ട് കിട്ടണമെന്നുണ്ട് മീനോട്ടാ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ 4 പേരുടെ ഫോട്ടോ വരും. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്തുകൊണ്ടാണ് ആളെ സെലക്ട് ചെയ്തതെന്ന് പറയണം. ഞാൻ ഓൾറെഡി ചൂസ് ചെയ്തു. ഏതാരാ? MJ അങ്കിൾ. എന്താ കാരണം? എനിക്ക് MJ അങ്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ്. ഓക്കെ, നമ്മള് ചങ്ക്സ് ആണ്. അതുകൊണ്ടല്ലേ ഞാൻ ചൂസ് ചെയ്തേ. എന്നെ എത്ര വഴക്ക് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നാ 2 വഴക്ക് കൊണ്ട് പറ. ഞാൻ എപ്പോഴും വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് വരാം. 2 വഴക്ക് പറയാം. അതെ, അടുത്ത ദിവസം നോക്കാം. ശരി. MJ ഞങ്ങൾ സാധാരണ ഇവിടെ എല്ലാവർക്കും പണി കൊടുക്കാറുണ്ട്. പക്ഷെ കുട്ടുമണിക്ക് പണിയാണോ പാട്ടാണോ നമുക്ക് നോക്കാം. ഓക്കെ. ഡാൻസ്. ഡാൻസ്. ജീം ബൂംബ.
മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. എന്തൊക്കെയായിരുന്നു മലപ്പുറങ്ങെത്തി? അതറിയാം എന്താന്ന്. കല്യാണ രാമനാണ്, പക്ഷെ ഞാൻ സീൻസ് ഒന്നും ഓർക്കുന്നില്ല. സാരല്ല, ഇവിടെ ഇത് മ്യൂസിക് തരും, അപ്പൊ അത് ബോഡി മസിൽസ് കൊണ്ട് കാണിക്കണം. ഓക്കെ ഓക്കെ, റെഡി. ഓ വൺ പക്ഷെ നീ കൊള്ളാലോടെ. പക്ഷെ അവൻ കൊള്ളാം കേട്ടോ, അവൻ എന്താ വേഗം എന്താ അത് ചെയ്തത്. അടിപൊളി അടിപൊളി, കിടിലൻ ടാസ്ക് ആയിരുന്നു അത്. ടാസ്കിൽ ജയിച്ചു. ശരി, അടുത്ത ആളെ സെലക്ട് ചെയ്യാം നമുക്ക്. അടുത്ത ആള് ഞാൻ മധു അങ്കിൾ. മധു അങ്കിൾ. എന്താ കാരണം? അത് മധുക്കളെ കണ്ടിട്ട് എത്ര നാളായി. അതുകൊണ്ട് അതുകൊണ്ട് തരട്ടേത്. അടിപൊളി ഹിറ്റ്സ്. അയ്യോ, അത് പറഞ്ഞ പോലെ തന്നെ വന്നു. അത് സന്തോഷം കൊണ്ടാണ്. ഏത് പാട്ടാണ് പാടുന്നേ? സൗഭാഗ്യം വാതിൽ തുറക്കും. ഓക്കെ, പ്രിപ്പയർഡ് ആണോ? യെസ്. യെസ്. കുറച്ച് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആവാനുണ്ട്. വരാനുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ഒന്ന് മാറ്റി പിടിച്ച് വരാനുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു സംഭവം റെഡി ആയിരിക്കും. നിനക്ക് വേണ്ടി ഒരു കുട്ടുമണി തീം മ്യൂസിക് തീം. അപ്പൊ ആ മ്യൂസിക് തീമിൽ വേണം ഇവിടെ എൻട്രി ചെയ്യാൻ. ഈ പാട്ടിന്. ഓക്കെ. അപ്പൊ നമ്മൾ ഒത്തിരി വെറൈറ്റി കാണാൻ പോവാണ്. കുട്ടുമണി പാടാൻ റെഡിയാണ്, നമ്മൾ കേൾക്കാനും റെഡി ആയിട്ടിരിക്കുകയാണ്. പ്രേക്ഷകരെല്ലാവരും സ്ക്രീനിന് താഴെയുള്ള QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ കുട്ടുമണിക്ക് വോട്ട് ചെയ്യണം. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഹരി ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ, ബൈ, താങ്ക് യു. എടാ, എന്ത് നല്ല ഇൻട്രോ ആയിരുന്നു. അതിന് പറ്റിയ ഒരു വേഷം അല്ലേ? ഗ്രാൻഡ് എൻട്രി. അതെ. വണക്കം വണക്കം വഴക്കണം. அது என்ன இருக்கு அந்த கூட்டுல? இது என்னோட தத்த பெண்ணு. പെണ്ണ്. ആ, പേര് இருக்க? അത് ചെറിയൊരു പേര് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. മീനാക്ഷി എന്ന് കൊടുങ്ക. என்ன பேரு? അമ്മിണി. அம்மினி. അമ്മിണിയാ? കൈ പാക്കുമാ? கை பாக்கோ, உன்னோட முகம் பார்க்கோ, எல்லாம் போ. அந்த பொண்ணோட முகம் பார்த்துட்டு ஏதாவது சொல்லுங்க. നല്ലത് சொல்லണേ. நீ வெளி ஒரு ஆங்கர் ஆகும். ആങ്കർ ആവോ? ഇപ്പൊ അല്ലേ? അത് ഓക്കെ. നല്ല നടികയാകുമാ? വലിയ ഒരു കാർ എടുക്കും. വലിയ കാർ എടുക്കും. വലിയൊരു നല്ല വീട്. കാര്യം. വലിയൊരു വീട്. വലിയൊരു വീട്. വളരെ സക്സസ്ഫുൾ. താങ്ക് യു സാമി. ഇൻ സ്റ്റഡീസ് എവറിത്തിങ് ரொம்ப സക്സസ്ഫുൾ. എന്തിലാ സക്സസ് ആവാത്തത് എന്ന് പറഞ്ഞു കൊടുക്കും. മിണ്ടിരിക്കണം, എനിക്ക് അതാണ് എല്ലാം ഓക്കെ അല്ലേ? വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ? കുഴപ്പങ്ങൾ ഹസ്ബൻഡ് இருக்குமா? ஏதாவது குழப்பம் இருக்கா பாரு, நல்லா பாரு. സാമി, ഹസ്ബൻഡ് കിടക്കുമോ? നല്ലത്. അത് എനിക്ക് പൊടിയില്ല. സാമിക്ക് അതിനെ പറ്റി ഇച്ചിരി സംശയമുണ്ട്. അതെ, ഇനി അന്ത പൊണ്ണ പാക്ക്. அந்த பொண்ணா? அந்த பொண்ணு என்ன பார்த்து ஏதாவது சொல்லையா? உன்ன வீடு கண்ணூர். அது முன்னாடியே தெரியும்ல. அது எனக்கு முன்னாடியே தெரியும். வேற ஏதாவது சொல்லு. செகண்ட், உனக்கு വലിയ വലിയ സ്പെഷ്യാലിറ്റീസ് എതും ഇല്ലയാ? എതും ഇല്ലയാ? അയ്യോ, അത് പ്രായമായി പോയതാ. എന്നെ പോലെ കുഞ്ഞിലെ നോക്കണായിരുന്നു. അതാ. കല്യാണം അടിച്ചാ? അതാ എനിക്ക് അറിയുന്നത്. 5 years after. 5 years വേണ്ട. 5 വർഷം കഴിഞ്ഞ്. 5 വർഷം കഴിഞ്ഞ്. 4-5 വർഷം കഴിഞ്ഞ്. 4-5 വർഷം കഴിഞ്ഞിട്ട് കുളന്തേ. இந்த குழந்தை ஏது பாட்டு பாடுற போறது?
സൗഭാഗ്യം വാതിൽ തുറക്കും. ഓക്കെ, അപ്പൊ വാതിൽ തുറക്കട്ടും, നല്ല തുറക്കട്ടും അല്ലേ? അതെ സാമി, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, കിളി ജോത്സ്യ. അതെ. പെണ്ണാളെ മാൻ കണ്ണാളെ വന്നാട്ടെ ഒന്ന് നിന്നാട്ടെ വന്നാട്ടെ നിന്നാട്ടെ പുതിയൊരു കഥ കേട്ടാട്ടെ. സൗഭാഗ്യം വാതിൽ തുറക്കും സന്താപം പമ്പ കടക്കും. സൗഭാഗ്യം
സൂപ്പർ. താങ്ക് യു. சாமி എന്തോ பொழிச்சு താങ്ക് യു. நல்ல காலம் வருகுது. താങ്ക് യു. ரொம்ப ரொம்ப நல்ல காலம் வருது. താങ്ക് യു. சொல்லட்டுமா? ആ. இந்த மாதிரி பாடினா அடுத்த ரவுண்டுக்கு போவோம். ഓ. பட் வந்து கன்சிஸ்டன்சி இஸ் த கீ എന്ന് சொல்றது இல்ல. ആ. அது மாதிரி கன்சிஸ்டண்டா பெர்ஃபார்ம் பண்ணணும். ഓക്കേ. பட் இது வந்து ரொம்ப 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 நல்லா இருந்தது. താങ്ക് യു. സൗഭാഗ്യം വാതിൽ തുറക്കും സന്താപം പമ്പ കടക്കും. സൗഭാഗ്യം വാതിൽ തുറക്കും സന്താപം പമ്പ കടക്കും. തെറ്റാതെ ഭാവിച്ചലും പക്ഷിശാസ്ത്രം ഇത് തെങ്കാശിക്കുറവന്റെ ഭാഗ്യസൂത്രം. ഞാൻ ഉനക്ക് நான் சொல்லட்டே. எனக்கா? சொல்லுங்க சொல்லுங்க. உனக்கு 2 குழந்தைகள் இருக்கு. இருக்கு இருக்கு. இருக்கு. உனக்கு வலிய வீடு இருக்கு. வலிய வீடு. வலிய வீடு. ஆ, பெரிய வீடு. பெரிய 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 வீடு இருக்கு. ஓகே. புதிய கார் இருக்கு. கார். வலிய வலிய வலி ஒரு மியூசிக் டைரக்டர் இருக்கு. ஆமா சரிയല്ല? வருதுன்னு சொல்றது என்ன என்னோட வெயிட் அந்த மாதிரி இருக்கு. பெருசா. അല്ല അത് ഓൾറെഡി ആണല്ലോ എന്നാ സ്വാമി ചോദിക്കുന്നത്. ഇത്ര ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ട് ഉണ്ട് வெயிட் இருக்கு வெயிட் இருக்கு. ഇനി இன்னொரு சீக்ரெட் சொல்லி கொடுக்குறேன். யார்கிட்டயும் சொல்ல வேணாம். அவரோட பையனுக்கு கல்யாணம் ஆக போகுது. அது சொல்லு அவர்கிட்ட. ஆமா நீங்க தான் சொல்லணும். நீங்க தான் சொல்லணும் அவர்கிட்ட. ஆமா நான் ஃபியூச்சர் தான் பாவி பார்த்து சொல்லுங்க. இல்ல அவரு தான் சொல்லணும் உங்களுக்கு. உங்களோட மூத்த மூத்த பையன். குழந்தைக்கு மூத்த குழந்தைக்கு கல்யாணம் இருக்கு. கல்யாணம் ஆக போகுது. கல்யாணம் ஆக போகுது. எப்படி இது? நான் தான் ட்ரூ. நான் தான் ട്രൂ. எப்படி இந்த மாதிரி சாமி? என்னோட டாலன்ட். அது എന്നോട് ടാലന്റ്. டாலன்ட். அப்ப பாட்டுல கூட டாலன்ட் இருக்கு சாமிக்கு. ரொம்ப பியூட்டிஃபுல்லா அது பாடுனது. தேங்க் யூ. அது ரிதமிக்கா பாடுனது. தேங்க் யூ. பட் கொஞ்சம் கூட பாட முடியும். மீஸ் எடுக்கணும். எடுக்காத അത് எடுக்காத. എടുക്ക മുടിയാതെ അതാണ് நல்லா അത് இருக்கு உனக்கு. തുടയ്ക്കണം. எடுக்க முடியாது தொடக்கணும். நான் ஒரு காலை சொல்லட்டே. சொல்லு. பார்த்திவா பிரேம் கேயா அதாரு. பிரேம் கே കുട്ടുമണി കുട്ടൻ. വാട്ട് എ സർപ്രൈസ്. വാട്ട് എ സർപ്രൈസ്. ഇല്ല. സൂക്ഷിച്ചു നോക്കിയാലോ. മീശ ഒന്നും തുടക്കണ്ട, സൂക്ഷിച്ചു നോക്കിയാ മതി. അങ്ങനെ പക്ഷെ മീശ നന്നായിട്ടുണ്ട്. എടുക്കണ്ട. അതെ. ഈ പാട്ടിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പാട്ടാണെങ്കിലും അത് സിമ്പിൾ ആയിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മാർക്കുകൾ ഇങ്ങനെ പോരും. ஓகே. அப்போ அடுத்த ரவுண்டுக்கு போனா இந்த மாதிரி பெர்ஃபார்மன்சஸ் தேவையா இருக்கு. அது உங்களுக்கு தான் சொல்றது. லவ் யூ குட்டமணி. ലവ് യു ടു എംജി അങ്കിൾ. കുട്ടുമണി കുട്ടൻ, എന്തോ ഇതൊരു ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ഉണ്ണി അങ്കിൾ. അതായത് പാട്ടും ഡാൻസും എല്ലാം കൂടി ഒരു കളർഫുൾ പെർഫോമൻസ്. താങ്ക് യു ഉണ്ണി അങ്കിൾ. നന്നായിരുന്നു കേട്ടോ. വളരെ താങ്ക് നന്നായി. യു. താങ്ക് യു. അല്ല ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കായിരുന്നു ലിറിക്സ് വല്ലതും തെറ്റിക്കുന്നുണ്ടോ. ഒന്നും തെറ്റിയില്ല. ഇല്ലില്ല, ലിറിക്സ് ഒന്നും തെറ്റില്ല. അപ്പൊ എന്തായാലും സ്റ്റേർലിംഗ് പെർഫോമൻസ് ബൈ കുട്ടുമണി താങ്ക് യു കുട്ടൻ. ഉണ്ണി അങ്കിൾ. താങ്ക് യു. Yes. താങ്ക് യു. அந்த டயலாக் நல்லா இருந்தது. ஆமா டயலாഗ് ഡയലോഗ് பஞ்ச் டயலாக் இருக்குல்ல. പെണ്ണാളെ മാൻ കണ്ണാളെ ഒക്കെ. அது கொஞ்சம் ஒரு வாட்டி கூட. പെണ്ണാളെ മാൻ കണ്ണാളെ വന്നാട്ടെ ഒന്ന് നിന്നാട്ടെ വന്നാട്ടെ നിന്നാട്ടെ പുതിയൊരു കഥ കേട്ടാട്ടെ. പവർഫുൾ കുട്ടുമണി. എന്തോ സിമ്പിൾ സോങ് ബട്ട് പവർഫുൾ പെർഫോമൻസ്. താങ്ക് യു. എടാ സബാഷ്. മിടുക്കൻ. ആ സ്റ്റെപ്പൊക്കെ കാണാൻ വേണ്ടിട്ടായിരുന്നു ഒരു പ്രത്യേക ഭംഗി. അതെ. താങ്ക് ഒരു യു. ഒറ്റൊരു സ്റ്റെപ്പേ ഉണ്ടായിരുന്നുള്ളൂ മൊത്തത്തിൽ. എനിക്ക് കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ മീശ. താങ്ക് യു. നല്ല മീശയാണ്. താങ്ക് യു. സൂപ്പർ മീശയാണത്. എടോ മിടുക്കൻ, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. കാര്യമായിട്ടൊന്നുമില്ല, സിമ്പിൾ ആണ് പാട്ട്, പക്ഷെ പവർഫുൾ ആണ് പാട്ട്. അതെ. ഓക്കെ, ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. எத்தனை வேணும் உங்களுக்கு? നിങ്ങൾ തീരുമാനിക്കും. அல்லனா பக்ஷி சாஸ்திரம் இல்ல, அதுல எத்தனை மார்க் சொல்றது? பார்த்து சொல்லு. அதுல பார்த்து சொல்லுங்க. சொல்லு. அல்ல அதுல பார்த்து இல்ல predict சாமி, பண்ணுங்க. நீ தான் ப்ரெடிக்ட் பண்ணணும். அதுல பார்த்து சொல்லு. 100. பாருங்க. எம்ஜி அங்கிள் சொல்லு. உன்னிச்சட சொல்லு. உன்னி அங்கிள் சொல்லுன்னா 100 out of 100. താങ്ക് യു. അപ്പൊ പോരട്ടെ കുട്ടുമണിക്ക് അങ്ങനെ ഒരു മധുര മഴ. കിഴിഞ്ഞിട്ട് കൊണ്ട.
നമ്മുടെ കുട്ടുമണിയാണ് കേട്ടോ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. ഉണ്ണിയാണേ. ഉണ്ണിയങ്കിൾ യെസ്. വെൽക്കം. ഗിഫ്റ്റ് കൊടുക്കാമല്ലോ ഉണ്ണിയങ്കിൾ. 2 ഗിഫ്റ്റ് ആണ്. ഒന്ന് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. താങ്ങാൻ പറ്റുന്നില്ലേ? അടുത്തത് നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറിന് കിൻഡ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. ഓക്കെ, കൂടുതൽ നൂറുകളുമായി തിരിച്ചു വരിക. ഓക്കെ ഓക്കെ, ഓക്കെ മാത്രമല്ല സ്റ്റാർസും. ഓക്കെ ഡൺ. ഓക്കെ. MJ അങ്കിൾ, യാ. മീൻ ഇഷ്ടമാണോ? പിന്നെ ഏത് ഫേവറേറ്റ് മീൻ ഏതാ? കരിമീൻ. കരിമീൻ. ഓക്കെ. ആലപ്പുഴ ആലപ്പുഴ കായലിൽ നിന്നൊക്കെ പിടിച്ച് അങ്ങനെ. ആ. ഓക്കെ. ആര്യ ചേച്ചി? കടലിന്റെ പരിസരത്ത് നിന്നൊക്കെ പിടിച്ചാ മതിയോ അതോ മീൻ തന്നെ പറയണോ? അല്ല, മീന് വേണം. എനിക്ക് പരിസരത്ത് വേറെ seafood ആണോ? ഏ? ലോബ്സ്റ്റർ ആണോ? അല്ല, എനിക്ക് കല്ലുമ്പൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ, അത് അത് നല്ല കൂട്ടാവോ? അത് കൂട്ടത്തില്ല, പക്ഷെ മീൻ പറയണം. മീൻ തന്നെ പറയണോ? ഉം. ഏതാ ഇപ്പൊ പറയാ? ചെമ്മീൻ കൂട്ടാവോ? ചെമ്മീൻ. ആ, ചെമ്മീൻ ഓക്കെ. ഇഷ്ടമാണ്. ഓക്കെ. ഉണ്ണിയങ്കിൾ? നമ്മളെ ഈ ബ്രാല് എന്ന് പറയും. ബ്രാല് അല്ലെങ്കിൽ കണ്ണൻ മീൻ ഉം. ഭയങ്കര ഇഷ്ടമാണ്. അത് അതാണ് പുഴമീനാണ്, പുഴമീൻ. അതെ. ഓക്കെ. സോ അത് കടലിലില്ല, പക്ഷെ ഓൾസോ മത്തി. മത്തി എനിക്ക് മത്തി ഭയങ്കര അടിപൊളിയാ. ഇഷ്ടമാണ്. Yes. ഓക്കെ. അപ്പൊ ഞാനിപ്പം മീനിനെ അല്ല കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി തുമ്പോളി കടപ്പുറത്തുനിന്ന് 2 പെൺകുട്ടികളെ കൊണ്ടുവരാൻ പോവാണ്. 2 ചേച്ചിമാരാന്ന് തോന്നുന്നു. ആഹാ. അവരുടെ കയ്യിൽ മീനുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്കാം. ഒരു ഡിബേറ്റ് പെർഫോമൻസ് ആണ്. അത് പാടാനായിട്ട് 2 ചേച്ചിമാര് വരാണ്. വിളിക്കാം. വിളിക്കാം. ലെറ്റ്സ് വെൽക്കം അനുഷ്ക കുട്ടി ആൻഡ് മൈഥിലി കുട്ടി ഓൺ സ്റ്റേജ്. ഹായ്. ഹലോ. ഹലോ, ചേച്ചിമാര് എവിടുന്നാണ്? ഞങ്ങള് കടാപ്പുറത്തുനിന്നാണ്. ഏത് കടപ്പുറം? തുമ്പോളി കടപ്പുറം. ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് മധുവിന്റെ ഒരു കുറവുണ്ട് കേട്ടോ. അതെ. ആ, ഉണ്ട്, ചെറിയ വല്ലാണ്ടുണ്ട്. ഈ ഭാഷ. അതെ. എന്നാ മീനാണ്? പെടക്കണ മീനാണ് എന്ന് പറയും. മീനുട്ടി, എന്തോ? ഈ അനുഷ്ക കുട്ടീനെ കണ്ടിട്ട് മനസ്സിലാവണേ ഇല്ല. അതെ, എന്നും അമ്മയുടെ ഡിസൈനർ ഉടുപ്പിലൊക്കെ വന്ന് എനിക്ക് തോന്നുന്നു ഇത് ചരിത്രത്തിൽ ആദ്യമായി. മൈഥിലീനെ നമുക്ക് മനസ്സിലാവണ്ട, അനുഷ്കനെ മനസ്സിലാവണില്ല. പേരെന്താണ്? എന്റെ പേര് അനുഷ്ക. പേര്? എന്റെ പേര് മൈഥിലി. അങ്ങനെയാണോ? ഒരു വ്യത്യാസം ഇല്ലേ? ഒരു വ്യത്യാസമില്ല. എന്തൊക്കെ മീനാണ്? പിടക്കണ മീനാണെന്ന് മാത്രം നമുക്കറിയാം. നമുക്കറിയാം. പെടയൊന്നും കാണുന്നില്ലല്ലോ. അതെ, എടുപ്പിക്കടാ കൊട്ടയിട്ടിങ്ങനെ. ഇപ്പൊ ചത്തുപോയതേ ഉള്ളൂ. ഇപ്പൊ ഇപ്പൊ ചത്തുപോയി. ചെറുതുവരെ പിടയ്ക്കുന്നുണ്ടായിരുന്നു. ആണോ? ഒന്ന് കൈ പിടിച്ചത് നോക്കട്ടെ എത്ര ഇപ്പൊ വലിയ. ചത്തുപോയത്. വലുതാണല്ലോ. പെടക്കടാ, നീ പെടക്ക്. അത് ഓ, കൊമ്പൻ പെടക്കുന്നത് ഷ്രാവാണല്ലോ. അതാ. കൊമ്പൻ ഷ്രാവാണല്ലോ. അനുഷ്കിന്റെ കയ്യിലോ? അനുഷ്കിന്റെ കയ്യിൽ ഏതാ ഉള്ളത്? അത് ഹമൂറാണ്. ആരാ? ഹമൂർ. ആ, അതാ സമ്മതിച്ചേക്ക്. അങ്ങനെ ഒരു മീനുണ്ട്. ആണോ? നല്ല ടേസ്റ്റാ. നമുക്ക് ഇഷ്ടമുള്ളതൊന്നും ഇല്ല. എനിക്ക് ഹമൂർ ഇഷ്ടമാണ്. ഇഷ്ടമാണോ? ആ, ആ. ദുബായിലാണ്. ദുബായില് ഹമൂർ. ഞാനേ ദുബായിലോട്ട് പോകുമ്പോഴേ എന്റെ കൂട്ടുകാരൊക്കെ പറയും അവിടുത്തെ കടലിലെ ഹമൂർ എല്ലാം ഓടി ഒളിക്കുന്നു. കാരണം മൊത്തം ഹമൂർ കഴിക്കുക. ഹമൂർ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഓ, ഹമൂർ. ആണോ? മീനുട്ടി എവിടെയും കിട്ടുന്നുണ്ട് ഇപ്പൊ ഹമൂർ. ആണോ? ആ. എനിക്ക് വാങ്ങിത്തരണേ. വാങ്ങിത്തരാം. ആ, ശരി. എല്ലാം എന്റെ ജോലിയാണല്ലോ. അതെ. ആ, നമുക്ക് രണ്ടും കൂടെ പോവാം. എന്നിട്ട് മീനുട്ടി കാശ് കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ വാങ്ങിക്കുന്നു. അയ്യടാ. വേണ്ട, ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന സെറ്റപ്പ് തന്നെ മതി. ഞാൻ QR കോഡ് അയക്കുന്നു, കാശ് കൊടുക്കുന്നു. ഒരിക്കലും നടക്കാത്ത ഇങ്ങനത്തെ സ്വപ്നങ്ങൾ കാണാത്തതാണ് നല്ലത് MJ സാർ. ഓക്കെ, അപ്പൊ പിടക്കണ മീനുമായിട്ട് വന്നിരിക്കുന്ന 2 ആൾക്കാരാണ്. ആ, അപ്പൊ പാട്ട് ഏതാണ്? പുലരെ പൂങ്കോടിയിൽ. ഒരുമ. ഭയങ്കര ഒരുമ. ഒരുമ. ഇത് പ്രാക്ടീസ് ചെയ്തിട്ടാണോ വന്നത്? പുലരെ പൂങ്കോടിയിൽ. അല്ല, ശരിയായില്ല. പുലരെ പൂങ്കോടിയിൽ. ഇല്ല, ഇപ്പൊ പുലരെ. അറിയാതെ പറഞ്ഞതാ. അറിയാതെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? കഴിവാ അതൊക്കെ. ഞങ്ങളെ കാണാൻ ഒരുപോലെയാണ്. ആ, എന്തൊക്കെയോ ഒരു ചായ കാച്ചൽ. അത് നിങ്ങൾ ഒരുപോലെ ഒരുങ്ങിയത് കൊണ്ടാ, അല്ലാതെ വേറെ. അമ്മായിയമ്മയും മരുമളും പോലെ ഉണ്ട്. അതെന്താ അങ്ങനെ? അത് നിങ്ങൾ സ്വയം അത് തീരുമാനിച്ചു. പറയുന്നില്ല. ആ, അതെ. അനുഷ്കിന് ഒരു സംശയം അമ്മായിയമ്മയാണെന്ന്. ഞാനല്ല. അല്ല, ഇവളെന്റെ അനിയത്തിയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചു. അതെ. പക്ഷെ അഭിനയത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ടെക്നിക്കലി സ്പീക്കിംഗ്. ടെക്നിക്കലി സ്പീക്കിംഗ്. അപ്പൊ ഉഗ്രൻ പാട്ടാണ്. ഉഗ്രൻ അത്യുഗ്രൻ പാട്ടാണ് രവീന്ദ്രൻ മാസ്റ്ററുടെ, അല്ലെ? കൈതപ്രം സാർ എഴുതിയത്. ആ സിനിമ അമരം. അമരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിക്കാത്ത എന്നർത്ഥം, എന്നും നിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ സിനിമയും അതുപോലെ മലയാള സിനിമയ്ക്ക് അമരമായി നിൽക്കുന്ന ഒരു സിനിമയാണ് ഈ അതിലെ പാട്ടുകൾ. വികാര നൗകയുമായി എന്നുള്ള പാട്ട്, ഈ പാട്ട്, അഴകേ. ഒരിക്കലും മലയാളിക്ക് മറക്കാൻ പറ്റാത്ത സിനിമയും പാട്ടുകളുമാണ്. അപ്പോൾ
മോസ്റ്റ് വണ്ടർഫുൾ സെലക്ഷൻ ഓഫ് സോങ്. പിന്നെ അമ്മായിയമ്മയും മരുമോളും കൂടെ കലക്കിക്കോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. താങ്ക് യു.
കരകവിഞ്ഞു കരകവിഞ്ഞു കനവിൽ പാൽക്കുടങ്ങൾ നിറവഴിഞ്ഞു കരകവിഞ്ഞു. കഥ പറയും കാറ്റേ പവിഴത്തിരമാലകൾ കണ്ട ചുരുളണിയും പൂഞ്ചുഴിയിൽ തിരയണിയാ നേരം മീനുണരും കോണിൽ പൂന്തിരയിൽ പെയ്തുണരും പൂത്തഴി മുത്താണേ ഈ പൊന്നരയൻ കൊയ്തുവരും കന്നി കതിരാണേ. പുലരേ പൂങ്കോടി നിറമീൻ വെള്ളാട്ടമാ കാണാ പൊന്നോടി ഭൂമിയിൽ തുള്ളോട്ടമാ. അടിപൊളി, സൂപ്പർ. നിറമീൻ വെള്ളാട്ടമാ. ഞങ്ങളുടെ കുട്ടികൾ പാടുന്ന കണ്ടാ, ഞങ്ങളുടെ കുട്ടികൾ പാടുന്ന കേട്ടാ. ഇതിരിക്കട്ടെ, ഇതിരിക്കട്ടെ. ആ, ഇന്ന് ചാകരായിരുന്നു ഏട്ടാ, അല്ലേ അല്ലേണാ? ഞാൻ പോണേണ്, പോണേണ. ഞാൻ പോണേ. എവിടെ പോണേണ്? ഇത് ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യാനാണ്? ഇന്ത്യനാണ്. ഞങ്ങപ്പ എന്ത് ചെയ്യും? പെരുമീൻ തുള്ളാട്ടല്ലേ, ആ, ഭൂമീൻ വെള്ളാട്ടല്ലേ. അതെ, ചാകര എന്ന ചാകര. ചാകര ചാകര. അസാധ്യം. താങ്ക് യു താങ്ക് യു. ഓ, അവിടെ ഇരിപ്പുറച്ചില്ലേട്ടാ, അതാണ് ഇങ്ങോട്ട് വന്ന്. ഫ്രാൻസി ഇരിപ്പുറച്ച, ശശിയണ്ണ ഇരിപ്പുറച്ച, ആനന്ദണ്ണ ഇരിപ്പുറച്ച. ആർക്കും ഇരിപ്പുറയ്ക്കാൻ പറ്റൂല. അതെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുട്ടികൾ പാടണ കണ്ട, ആ, അതാണ് ഭയങ്കര അഭിമാനമാണ് കേട്ടോ. രണ്ട് മുത്ത് 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 കുട്ടികളാണ്. രണ്ടുപേർക്കും മെലഡി പാടാൻ പറ്റും, അടിപൊളി പാടാൻ പറ്റും. ഏത് പാട്ട് കൊടുത്താലും കിടുക്കി തരും, അല്ലേ? ആ, രണ്ടുപേരും ഡിഫൈൻഡ് ആയിട്ട് പാടി ഓരോ സംഗതിയും. മാത്രമല്ല ഇതിങ്ങനെ നീണ്ടു കിടക്കല്ലേ, ഒരു മിനിമം ഒരു 25 കിലോമീറ്ററെങ്കിലും കാണും പാട്ട്. ആ, അപ്പൊ നീണ്ടു നിവർന്ന് കിടന്ന് ഒരുപാട് വേരിയേഷൻസ്. അതിനിടയിൽ ഊടുവഴികളിലൂടെ പോകുന്നു, പിന്നെ മെയിൻ റോഡിൽ വരും, പിന്നെ അടുത്ത ഊടുവഴി പോവും. ആ കയറ്റം ഇറക്കമൊക്കെ ഉണ്ട്, ബംസ് ഒക്കെ ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ റിഥം, അതിന്റെ മീറ്റർ, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സിങ്കപ്പേഷൻ, ഇതൊക്കെ മ്യൂസിക്കലി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യം ഓൺ ദ ഡോട്ട് ആയിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു. ആ, മുത്താണേ കൈക്കുരുന്നാണേ ഭൂമിയിൽ നിൻ പേടപ്പാണേ കടലമ്മ പോറ്റുന്ന പൊൻകുഞ്ഞിനുള്ളൂരം പാലാണ് തെങ്കാറ്റൂതി വളർത്തുന്ന മുത്തിന്റെ പുഞ്ചിരി മഞ്ഞാണ്. ശരിക്കും നമ്മള് യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതാണ്, അല്ലേ കുട്ടൻ? yeah. എല്ലാവരും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ, ഒരു സിങ്ക്രണൈസേഷൻ, ശരിക്കും ശരിക്കും ഒരു ഫ്ലോലെസ് ആയിട്ട് ഇങ്ങനെ ടോപ്പ് ബാൻഡ്, യെസ്, യു ആർ ദ ബെസ്റ്റ്, ഒരു സംശയമില്ല. കോറസ്, യെസ്, ബാക്കിംഗ് വോക്കൽസ് സൂപ്പർ, ഓൾവേസ് ദ ബെസ്റ്റ്. അല്ലേ? കോറസ്, ബാക്കിംഗ് വോക്കൽസ് വാസ് സൂപ്പർ. യെസ്. പ്ലസ് ഈ വിസ്താരയുടെ ഈ ഒരു ബ്യൂട്ടി Yes, കൂടെ ആ. വന്നപ്പോഴത്തേക്കും ശരിക്കും നമ്മളൊക്കെ കടപ്പുറത്തിരിക്കുന്ന മാതിരി ഉണ്ട് ഇപ്പോ. ശരിക്കും കടപ്പുറത്തിരിക്കണ പിന്നെ പോലെ. ചങ്സ് ഇതുപോലെ ആരെങ്കിലും കിട്ടോ? അതെ, പിന്നെ ഞങ്ങളുടെ റൂം അടുത്തടുത്താ. ആ. എന്റെ റൂമിന്റെ ഇപ്പറയാണ് അനുഷ്ക ചേച്ചിയുടെ റൂം. ഉം. അതുകൊണ്ട് ഞങ്ങക്ക് പ്രാക്ടീസ് ചെയ്യാനും എല്ലാം എളുപ്പമായിരുന്നു. പക്ഷെ എളുപ്പമായിരുന്നു ഇതൊരു practice ഒന്നൊന്നര ചെയ്യാൻ. പ്രാക്ടീസ് ആയി പോയി. അതെ, ഭയങ്കര സിങ്ക്രണൈസേഷൻ. ഒന്നിച്ചാണ്. ഈ പാട്ട് കിട്ടിയപ്പോഴേ പറഞ്ഞു ഇത് നമ്മള് തകർക്കും. ആ. ഗുഡ്, വെരി ഗുഡ്. 100 അടിച്ചിട്ടില്ലല്ലോ. അല്ല അടിച്ചിരിക്കും. ഇവരന്ന് പറഞ്ഞൂന്ന്. ഉറപ്പുണ്ടോ? പ്രഡിക്റ്റ് ചെയ്തു. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. ആ, ഞാനിവിടെ yes. വന്നിട്ടുണ്ടോ?
അത്ര ഉറക്കിട്ടാ അല്ലേ? ഉറപ്പുണ്ടോ? പക്ഷെ ആ ഒരു കോൺഫിഡൻസ് അത് അടിപൊളിയാണ് കേട്ടോ Yes. രണ്ടുപേരുടെയും. Yes. എന്തൊരു ശ്രദ്ധയായിരുന്നു അല്ലേ? ഭയങ്കര Complete ശ്രദ്ധ. വളരെ ശ്രദ്ധിച്ച് ആ പൂങ്കോടിയിൽ നിന്നുള്ള സംഗതിയില് രണ്ടുപേരും Beautiful. മാറി മാറി പാടി, അത് ശ്രദ്ധിച്ച് പാടി. അത് മാത്രം ഒന്നുകൂടെ. കാണാ പൊന്നോടി ഓ ആയിക്കോട്ടെ. രണ്ടാമത്തെ ബോംബ്. കാണാ പൊന്നോടി ഷോ ഈ ബോംബൊക്കെ പൊട്ടുമ്പോ ഞാൻ എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ ഇരുന്ന് കൈയടിക്കാം ജസ്റ്റ്. ഇങ്ങോട്ട് പോരെ. ഇങ്ങോട്ട് പോരുന്ന ഇനി കൂടുതൽ ഇവിടെ നിൽക്കണ്ട. ഞാൻ പോട്ടാ. ഞാൻ പോണേണ പറയാ. വേണ്ട ഇവിടെ നിന്നോന്ന് അവിടെ പറയാ. നിന്നോന്ന്. ഞാൻ ഇവിടെ നിക്കണാ പോണാ? നിക്കണാ? ആ നിക്കട്ടാ. യെസ്. തുറയിലാശാനം വല്ലതും പറയണ്ട. അല്ല, ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വൃത്തിയായി ഇത്. തിരുത്തിയായി പോരെ, അരയത്തെ പെണ്ണിനെ വല്ലതും പറയണ്ട. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഇപ്പൊ എന്റെ വായിന്നൊന്നും വരുന്നില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അത് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ. നല്ല ക്ലാരിറ്റിയിലാണ് ഫുൾ പാട്ട് പാടിയിരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടായിട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്ത് സന്തോഷിച്ച് ഹാപ്പി ആയി എൻജോയ് ചെയ്തിട്ടാ പാടിയെന്ന് മനസ്സിലായി കേട്ടോ. സൂപ്പർ ആയിരുന്നു. അപ്പൊ നമുക്ക് കൊടുക്കല്ലേ? കൊടുക്കാം. ലാവിഷായിട്ട് കൊടുക്കാം. ലാവിഷായിട്ട് ധൈര്യമായിട്ട് കൊടുക്കാം. സ്റ്റാർ വേണോ? സ്റ്റാറും കൊടുക്കാം. സ്റ്റാറും കൊടുക്കാം. സ്റ്റാർ വേണോ? 100 കിട്ടിയാലേ സ്റ്റാർ ഇട്ടു. അപ്പൊ നമുക്ക് 2 സ്റ്റാർ മാത്രം കൊടുത്താലോ? അത് വേണ്ട. അത് മതിയാ? 2 പേരും 2 സ്റ്റാർ. 100 സ്റ്റാർ മാത്രം. അത് ഓക്കെ അല്ലേ? അപ്പൊ 2 സ്റ്റാർ അവിടെ വരും. പ്രോഗ്രസ് റിപ്പോർട്ടിൽ വരും 2 സ്റ്റാർ. വിത്തൗട്ട് 100 അത് വേണ്ടടാ. വേണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്ക്വേർഡ്സ് കുറച്ച് നീങ്ങാം. ഒരു ഒരു 3-4 പടി സ്റ്റെപ്പ്. പിന്നിലേക്ക് ഇറങ്ങി നിക്കാം. അയ്യോ മീനെ എടുത്തോ, അതിന്റെ തലേ വീഴും. വേണ്ട, അത് ലാഭം കേട്ടോ ഞാൻ പറയുവാണെങ്കിൽ. കുട്ടയില് വരുമല്ലേ? ശരി. അപ്പൊ മൈഥു ആൻഡ് അനുഷ്ക് going to be awarded 100 on 100. And 5 stars. പോരട്ടങ്ങനെ ഒരു മധുര 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 മഴ. അപ്പൊ MJ uncle, നമുക്ക് ഇന്ന് ബെസ്റ്റ് പെർഫോമേഴ്സ് ഓഫ് ദ ഡേ ആയിരിക്കുമല്ലോ അല്ലേ? യെസ്, 2 പേരാണ്, അനുഷ്ക കുട്ടിയും മൈഥിലി കുട്ടിയുമാണ്. Yes. അവർക്ക് ഗിഫ്റ്റ് ഓൾറെഡി കൊടുത്തല്ലോ. ഇതാണോ? മീൻ കൊടുത്തല്ലോ. മീനല്ല, വേറെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മള്. ഈ മീൻ വറക്കണ്ടേ, അതിനുവേണ്ടി ശുദ്ധമായ വെളിച്ചെണ്ണ. ഇന്ന് 2 ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർസിന് കിൻഡ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. ഇനി രണ്ടാമത്തെ ആൾക്ക് സെയിം ഗിഫ്റ്റ് തന്നെയാണ്, നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. ഇനി നമ്മുടെ മൈഥിലി കുട്ടിക്ക് കിൻഡ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു 2 പേർക്കും. MJ uncle സ്പെഷ്യൽ താങ്ക്സ്. Thank you, Pinoti. താങ്ക് യു. Congratulations രണ്ടുപേർക്കും. ടോപ്പ് സിംഗർ സീസൺ 6ന്റെ വേദിയിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇങ്ങനെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന സമയത്ത് നമുക്ക് നല്ല സന്തോഷമുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ടെൻഷനും കൂടെയുള്ള സമയമാണ്. കാരണം നമ്മുടെ ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി അധികം ദൂരമൊന്നും ബാക്കിയില്ല. നമ്മളിങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ മത്സരങ്ങൾ ഇന്ന് തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും കാണുന്നവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.